തിരുവനന്തപുരം കോർപ്പറേഷനിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു എന്നതാണ് യു.ഡി.എഫിന് തെക്കൻ ജില്ലകളിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏൽക്കേണ്ടി വന്ന ഏറ്റവും വലിയ പ്രഹരം. ഇടതു മുന്നേറ്റത്തിൽ കയ്യിലുണ്ടായിരുന്ന തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്തും യു.ഡി.എഫിനെ കൈവിട്ടു. തിരുവനന്തപുരത്തെ 4 നഗരസഭകളും എൽ.ഡി.എഫിന് സ്വന്തമായി. ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഗ്രാമപഞ്ചായത്തുകളിലും എൽ.ഡി.എഫ് മൃഗീയ ഭൂരിപക്ഷം നേടി. കൊല്ലം കോർപ്പറേഷൻ, ജില്ലാ പഞ്ചായത്ത്, 4 നഗരസഭകൾ, 11 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 68-ൽ 55-ലധികം ഗ്രാമപഞ്ചായത്തുകൾ എല്ലാം എൽ.ഡി.എഫിന്. യു.ഡി.എഫിന്റെ സ്വന്തം തട്ടകമായ പത്തനംതിട്ടയിലാണ് കാര്യമായ പ്രഹരമേൽക്കാതെ മുന്നണി രക്ഷപ്പെട്ടത്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് നിലനിർത്താൻ യു.ഡി.എഫിനായി. 2 നഗരസഭകൾ യു.ഡി.എഫിന് ലഭിച്ചപ്പോൾ പന്തളം, അടൂർ എന്നീ നഗരസഭകളിലെ ഭരണം തൃശങ്കുവിലാണ്. ബി.ജെ.പിക്ക് 3 ജില്ലകളിലും നേട്ടമുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 ഇരട്ടിയോളം സീറ്റ് വർദ്ധിപ്പിച്ച് ബി.ജെ.പി 2ാം സ്ഥാനത്തെത്തിയപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ ബി.ജെ.പി 2 ഡിവിഷൻ പിടിച്ചെടുത്ത് അക്കൗണ്ട് തുറന്നു. കരുനാഗപ്പള്ളി, പരവൂർ, കൊട്ടാരക്കര എന്നീ നഗരസഭകളിലും ബി.ജെ.പിക്ക് അംഗത്വം ലഭിച്ചു. പത്തനംതിട്ട ജില്ലയിലെ പന്തളം നഗരസഭയിൽ 7 വിജയിച്ച് ബി.ജെ.പി നിർണായക ശക്തിയായി. എസ്.ഡി.പി.ഐ കൊല്ലം കോർപ്പറേഷനിൽ അക്കൗണ്ട് തുറന്നു എന്നതും ശ്രദ്ധേയമാണ്. ആർ.എസ്.പിക്കും കേരള കോൺഗ്രസ് ബിക്കും വൻ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. കൊല്ലം കോർപ്പറേഷനിലെ 11 മത്സരിച്ച ആർ.എസ്.പി 7-ലും തോറ്റു. ശക്തി കേന്ദ്രമായ ചവറ നിയോജക മണ്ഡലത്തിലെ 5 പഞ്ചായത്തുകളിലും ആർ.എസ്.പി തിരിച്ചടി നേരിട്ടു. കൊട്ടാരക്കരയിൽ എൽ.ഡി.എഫ് പിന്തുണയോടെ മത്സരിച്ച ആർ. ബാലകൃഷ്ണപിള്ളയ്ക്കും നേട്ടമുണ്ടാക്കാനായില്ല. കൊല്ലം കോർപ്പറേഷനിൽ 3 മത്സരിച്ച എസ്.എൻ.ഡി.പി 3-ലും തോറ്റു. സ്വന്തം തട്ടകമായ പത്തനംതിട്ടയിലെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിച്ചല്ലോ എന്നോർത്ത് കോൺഗ്രസിന് വേണമെങ്കിൽ ആശ്വസിക്കാം. പക്ഷേ യു.ഡി.എഫിന്റെ ഭാഗമായി നിന്ന ആർ.എസ്.പിയുടെയും എൽ.ഡി.എഫിനൊപ്പം നിന്ന കേരള കോൺഗ്രസ് ബിയുടെയും നില പരുങ്ങലിലാണ്. സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ പോലും കരുത്ത് തെളിയിക്കുവാൻ ഈ 2 രാഷ്ട്രീയ പാർട്ടികൾക്കും സാധിച്ചില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ശ്യാമാർ ബാബു, മീഡിയ 1.